എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ബോട്ടണിയിലെ കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം വന്നിരിക്കുന്നത് മോർഫോളജിയിലെ ക്വസ്റ്റ്യൻ ആണ്. ഏകബീജപത്ര സസ്യങ്ങളിൽ ബീജശീർഷത്തെ മൂടി സംരക്ഷിക്കുന്ന ഘടന ഏത്? ഇതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ലെവലിലേക്ക് വരാൻ കാരണം മറ്റൊന്നുമല്ല, നമുക്ക് ബീജശീർഷം ഉണ്ടെന്നറിയാം, ബീജമൂലം ഉണ്ടല്ലേ വിത്തിന്. രണ്ടിനെയും കവർ ചെയ്തുകൊണ്ട് ഏകബീജപത്ര സസ്യങ്ങളിൽ ഓരോ സംരക്ഷണ ഘടനയുണ്ട്. അത് രണ്ടും മാറിപ്പോകാൻ പാടില്ല. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതാണ്: കോളിയോട്ടൈൽ, കോളിറൈസ, സ്ക്യൂട്ടല്ല, ഇവയൊന്നുമല്ല. ദെൻ നമുക്കറിയാം, ധാന്യങ്ങളിലെ വിത്തുകളെ ബീജാവരണം പാട പോലെയുള്ളതും ഫലത്തിന്റെ ഭിത്തിയുമായി ചേർന്ന് കാണപ്പെടുന്നതുമാണ്. ഭ്രൂണാക്ഷത്തെ ബീജശീർഷമെന്നും ബീജമൂലമെന്നും വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നു. ബീജശീർഷത്തെ കോളിയോട്ടൈൽ അല്ലെ പ്യൂമുൾ ഷീറ്റ് എന്ന് വിളിക്കുന്ന ഒരു സംരക്ഷിത കവചം കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. അപ്പം നമ്മോട് ചോദിച്ച ബീജശീർഷത്തെ എന്താണ് കവർ ചെയ്തത്? കോളിയോട്ടൈൽ. ബീജമൂലത്തെ കവർ ചെയ്യുന്നതാണ് കോളിറൈസ. ഇത് രണ്ടും മാറിപ്പോകാൻ പാടില്ല. ഓക്കെ. സ്ക്യൂട്ടല്ലോ എന്താണ്? നെല്ലിന്റെ ഒക്കെ വിത്തിന്റെ ഘടന കാണുന്ന ബീജപത്രങ്ങളെ വിളിക്കുന്ന സ്പെഷ്യൽ പേരാണ് സ്ക്യൂട്ടല്ല. കോട്ടിലിഡന്റെ പേരാണ് സ്ക്യൂട്ടല്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായല്ലോ? രണ്ടാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് പ്ലാന്റ് ഫിസിയോളജിയിലെ ഫോട്ടോ പീരിയോഡിസിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, ഹ്രസ്വദിന സസ്യങ്ങളുണ്ട്, ദീർഘദിന സസ്യങ്ങളുണ്ട്, പകൽ നിഷ്പക്ഷ സസ്യങ്ങളുമുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹ്രസ്വദിന സസ്യങ്ങളെ കുറിച്ചാണ്. ഹ്രസ്വദിന സസ്യങ്ങളുടെ പൂവിടുന്ന സ്വഭാവത്തെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത്? അപ്പം ഇതിപ്പം 12 മണിക്കൂർ ഡേ, ഇത് 12 മണിക്കൂർ നൈറ്റ്. ഹ്രസ്വദിന സസ്യങ്ങൾക്ക് നൈറ്റ് ടൈം ആയിരിക്കും കൂടുതൽ. നൈറ്റ് ടൈം കൂടും, ഡേ ടൈം കുറയും. ഇങ്ങോട്ട് കയറി അപ്പോൾ ഡേ ടൈം കുറഞ്ഞില്ലേ, അപ്പോഴാണ് ഇവർ ഫ്ലവർ ചെയ്യുക. ഓക്കെ, ഇത് ഓർമ്മ വേണം. ഇനി നമുക്ക് നോക്കിയാലോ. ഇരുണ്ട കാലയളവ് തടസ്സമില്ലാതെയും നിർണായക പകൽ ദൈർഘ്യത്തേക്കാൾ ദൈർഘ്യമേറിയതുമാകുമ്പോൾ പൂവിടുന്നു. ശരിയാണ്, നൈറ്റിന്റെ അളവ് കൂടുതലാണ് ഡേ ടൈമിനേക്കാൾ. അതേപോലെ ഇവിടെ നൈറ്റിന്റെ ഇടയിലൊന്നും വേറെ ലൈറ്റ് വരുമോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ഹ്രസ്വദിന സസ്യങ്ങളിൽ പൂവിടുന്നു. ശരിയാണ്. ദെൻ ഇരുണ്ട കാലഘട്ടത്തിന്റെയും പ്രകാശ കാലഘട്ടത്തിന്റെ ദൈർഘ്യം ഒരുപോലെ ആയിരിക്കും പൂക്കളൊന്നും സംഭവിക്കില്ല. അതും ശരിയാണ്. 12 മണിക്കൂർ ഡേയും 12 മണിക്കൂർ നൈറ്റും ആവുമ്പോൾ അവിടെ ഹ്രസ്വദിന സസ്യങ്ങൾ പൂവിടണമെന്ന് സംഭവിക്കുക. കാരണം ഇരുണ്ട കാലയളവ് എന്താണ്? പ്രകാശ കാലഘട്ടത്തിന്റെ അതേ സെയിം ദൈർഘ്യമാണുള്ളത്. അതുകൊണ്ട് കൂടുതൽ നൈറ്റ് ടൈം അവർക്ക് കിട്ടിയിട്ടില്ല, അപ്പോൾ പൂക്കളൊന്നും സംഭവിക്കുന്നില്ല. ഇതും ശരിയാണ്, ഇതും ശരിയാണ്. ഇരുണ്ട കാലയളവ് നിർണായക പകൽ ദൈർഘ്യത്തേക്കാൾ കുറവായിരിക്കുമ്പോൾ പൂക്കളൊന്നും സംഭവിക്കുന്നില്ല. അതും ശരിയാണ്. പൂക്കൾ ഉണ്ടാവുന്നില്ലെന്നാ പറയുന്നത്. ലാസ്റ്റ് വൺ നോക്കൂ. ഇരുണ്ട കാലഘട്ടത്തിൽ മങ്ങിയ വെളിച്ചം ഉണ്ടെങ്കിൽ പൂവിടുന്നു. ഇത് ഇരുണ്ട കാലഘട്ടത്തിൽ ഒരു ചെറിയ വെളിച്ചമുള്ള ഒരു പീരീഡ് വരുവാണെന്ന് വെച്ചോ, അപ്പോൾ പൂവിടും എന്നാണ് പറയുന്നത്. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. അവിടെ പൂവിടില്ല. ഈ ഇമേജ് നോക്കൂ. എട്ട് അവേഴ്സ് ലൈറ്റ്, 16 അവേഴ്സ് ഡാർക്ക് ഫ്ലവർ ചെയ്യും. ഹ്രസ്വദിന സസ്യങ്ങൾ പൂവിടുന്ന സ്വഭാവമാണ് പറയുന്നത്. ദെൻ 12 അവേഴ്സ് എന്താ പറയുന്നത്? ഇവിടെ ഡേ ടൈമും 12 അവേഴ്സ് നൈറ്റ് ടൈമാണ് നോ ഫ്ലവറിങ്. ദെൻ 16 അവേഴ്സ് ലൈറ്റും ഡാർക്ക്നെസ് കുറയുകയും ചെയ്താൽ നോ ഫ്ലവറിങ്. ദെൻ നമ്മളോട് അടുത്ത കണ്ടീഷൻ പറഞ്ഞത് കണ്ടോ, ചെറിയൊരു ഡിം ലൈറ്റ്, മങ്ങിയ വെളിച്ചം ഈ ഒരു ഡാർക്ക് പീരീഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നോ ഫ്ലവറിങ് ആണ്. പക്ഷെ ഇവിടെ ഓപ്ഷനിൽ പൂവിടും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇത്രയും കണ്ടീഷൻസ് അവർക്കുണ്ടാവും. അത് പഠിച്ചു വെക്കണം. ഇവർക്ക് മാത്രമല്ല, ദീർഘദിന സസ്യങ്ങൾക്കും ഇതുപോലെ കണ്ടീഷൻസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡിഗ്രി ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു.
അടുത്ത ടോപ്പിക്ക് വന്നിട്ടുള്ളത് നൈട്രജൻ ഫിക്സേഷൻ. മെറ്റബോളിസത്തിൽ വരുന്ന ഒരു പാർട്ടാണ് നൈട്രജൻ ഫിക്സേഷൻ, നൈട്രജൻ സ്ഥിരീകരണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും ഇവിടുന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് ഞാൻ ഉൾപ്പെടുത്താൻ കാരണം കുറച്ചധികം പോയിന്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ്. ദെൻ ആദ്യത്തെ കോളത്തിൽ നൈട്രജൻ ഫിക്സേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസും കാര്യങ്ങളും ഉണ്ട്. ദെൻ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ചേർക്കണം. നമുക്ക് ഫസ്റ്റ് നോക്കാം. റൈസോബിയം. റൈസോബിയാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. റൈസോബിയം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലെഗ്യൂംസ് പ്ലാന്റ്സുകളിൽ അല്ലെങ്കിൽ വർഗങ്ങളിൽ നൈട്രജൻ സ്ഥിരീകരണ സിംബയോട്ടിക് ബാക്ടീരിയ ആണ് റൈസോബിയം. അല്ലേ? പയറുവർഗ്ഗങ്ങൾ നമ്മൾ പറയുന്നതാണ് റൈസോബിയം ഉണ്ടാവുന്നത്. റൈസോബിയം എന്തിനാ സഹായിക്കുന്നത്? നൈട്രജൻ സ്ഥിരീകരണമാണ്. ഇതൊരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ് റൈസോബിയം. ഈ പയറുവർഗ്ഗത്തിന്റെ നൊഡ്യൂൾസ് പോലുള്ള ഭാഗങ്ങളിലാണ് റൈസോബിയം കാണുക. ഓക്കെ, അപ്പോൾ 1B ആണ്. 1B അല്ലാത്ത ഓപ്ഷനൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇത് കട്ട് ചെയ്യാം. ദെൻ അസറ്റോബാക്ടർ. അസറ്റോബാക്ടർ ഒരു നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ ആണ്. അത് ഫ്രീ ലിവിങ് ആയിട്ടുള്ള സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ ആണ്. 1 2A. 2A അല്ലാത്തൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇത് 2C ആണ്, ഒഴിവാക്കാം. ഇതും 2C ആണ്, ഒഴിവാക്കാം. ദെൻ നമുക്ക് ആൻസർ ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു അല്ലേ? അത് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സയനോബാക്ടീരിയ. സയനോബാക്ടീരിയ എന്താണ്? നീലഹരിത ആൽഗകൾ എന്നൊക്കെ അറിയപ്പെടുന്ന സയനോബാക്ടീരിയ നെൽവയലുകളിൽ നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ ആണ്. അനബീന നോൺസ്റ്റോക്കിയാണ് ഉദാഹരണം. നെൽവയലുകളിലാണ് ഇവ കൂടുതലായിട്ട് കാണുന്നത്, നൈട്രജനെ സ്ഥിരീകരിക്കുന്നത്. ഓക്കെ, 3D കറക്റ്റ് ആണ്. നൈട്രജനേസ്. നൈട്രജനേസ് ആണ് നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന രാസാഗ്നി, എൻസൈം. ഓക്കെ, ഈ നൈട്രജനേസ് എൻസൈം ഓക്സിജനോട് വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് അതിൻ്റെ നമ്മുടെ പയറുവർഗ്ഗങ്ങളിലൊക്കെ ആണെങ്കിലും ഇത് നൊഡ്യൂൾസുകളിൽ ഓക്സിജൻ പാടില്ല. ആ ഓക്സിജനെ റിമൂവ് ചെയ്യുന്ന ആളാണ് ഹീമോഗ്ലോബിൻ. ഇമ്പോർട്ടൻ്റ് ആണ്. നൈട്രജൻ സംരക്ഷിക്കുന്ന വേരിലെ നൊഡ്യൂൾസുകളിലെ ഓക്സിജൻ ബന്ധിത പ്രോട്ടീൻ. ഓക്സിജനെ റിമൂവ് ചെയ്ത് കളയുന്ന ആരാണ്? ഈ ഹീമോഗ്ലോബിൻ ആണ്. 5E. അപ്പം എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ഡൗട്ടൊന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് സെയിം ടോപ്പിക്കിൽ വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിന് മുമ്പ് കുറച്ച് കാര്യം പറയാലോ. നൈട്രജനൈസ് രാസാഗ്നി ഒരു മോളിബ്ഡനം ഇരുമ്പ് മാംസ്യമാണ്, പ്രോട്ടീനാണ്. ഇവ അന്തരീക്ഷത്തിലെ നൈട്രജൻ സ്ഥിരീകരണത്തിൽ ആദ്യ സ്ഥിരത ഉൽപ്പന്നമായ അമോണിയാക്കി മാറ്റുന്നു. നൈട്രജനൈസ് രാസാഗ്നി ഓക്സിജൻ തന്മാത്രയോട് വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്നതിനാൽ ഈ രാസാഗ്നിക്ക് ഒരു അവായു സാഹചര്യം ആവശ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, അവായു സാഹചര്യം, അനേറോബിക് കണ്ടീഷൻ. ഈ രാസായനികളെ ഓക്സിജനിൽ നിന്ന് സംരക്ഷിക്കാനുള്ള അനുകൂലനങ്ങൾ മുഴകളിൽ കാണപ്പെടുന്നു. ഈ രാസായനികളെ സംരക്ഷിക്കാനായി ഓക്സിജൻ നീക്കം ചെയ്യുവാൻ ഓക്സിജൻ സ്കാവെഞ്ചേഴ്സ് എന്നറിയപ്പെടുന്ന ഹീമോഗ്ലോബിൻ മുഴകളിലുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നൈട്രജൻ സ്ഥിരീകരണം ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ അല്ലാത്തത് ഏത്? നിങ്ങൾ ഇത് കമന്റ് ബോക്സിൽ ഇടാം. പിന്നെ ആൻസർ എന്താണെന്ന് കമന്റ് ബോക്സിൽ ഇടാം. കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിന്റെ ടേബിളിൽ ഡിഫറെന്റ് ടൈപ്പ് നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയയെ കുറിച്ച് പറയുന്നുണ്ട്. സ്വതന്ത്രമായി ജീവിക്കുന്ന വായു ശ്വസനം നടത്തുക, ഫ്രീ ലിവിങ് ആൻഡ് എയറോബ്സ്, അസറ്റോബാക്ടർ, ബൈജനക്. ഇത് രണ്ടുമാണ് അതിന് എക്സാമ്പിൾ. ദെൻ സ്വതന്ത്രമായി ജീവിക്കുന്ന അവായു ശ്വസനം നടത്തുന്നവ, റോഡോസ്പൈറലം. നോട്ട് ചെയ്ത് നോക്കുക, റോഡോസ്പൈറലം അനേറോബ് ആണ്. ദെൻ സ്വതന്ത്രമായി ജീവിക്കുന്ന ഫ്രീ ലിവിങ് ആയിട്ട് ബാസിലസ്, നോൺസ്റ്റോക്ക്, അനബീന. ദെൻ സഹജീവി ബന്ധം വഴി ജീവിക്കുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ ആണ് റൈസോബിയം, ഫ്രാങ്കിയോ ഒക്കെ. ഫ്രാങ്കിയ ആൽനസ് എന്ന് പറയുന്ന പ്ലാന്റുമായിട്ടാണ് സിംബയോട്ടിക് അസോസിയേഷൻ കാണുന്നത്. റൈസോബിയം നമ്മൾ നേരത്തെ പറഞ്ഞു ലെഗ്യൂം പ്ലാന്റുമായിട്ടാണ്. അപ്പോൾ റൈസോബിയം, ഫ്രാങ്കിയ, നോൺസ്റ്റോക്ക്, ബാസിലസ്, റോഡോസ്പൈറൽ, അസറ്റോബാക്ടർ, ബൈജനറിക് ഒക്കെ എന്താണ്? നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ ആണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പ്രീവിയസ്
ഇയർ ക്വസ്റ്റിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യാവുന്നതാണ്, വളരെ എളുപ്പമായിട്ട് തന്നെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞതാണ്, അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. പ്രക്രിയ കൊടുത്തിട്ടുണ്ട്, നൈട്രജൻ സ്ഥിരീകരണ ബന്ധപ്പെട്ട കുറച്ച് പ്രക്രിയകൾ, അവയുടെ പ്രവർത്തനം എന്താണെന്ന് കറക്റ്റ് നമ്മൾ മാച്ച് ചെയ്യണം. നൈട്രജൻ ഫിക്സേഷൻ എന്താണ്? നൈട്രജൻ ഫിക്സേഷൻ ഇവിടുത്തെ ഓപ്ഷനിലെല്ലാം എ ആണല്ലേ, അപ്പോൾ ഒന്ന് സംശയിക്കണം, നമുക്ക് എ വായിച്ചു നോക്കാം. അന്തരീക്ഷ നൈട്രജനെ അമോണിയാക്കി മാറ്റുന്നു. അന്തരീക്ഷ നൈട്രജനെ എന്ത്രീനെ അമോണിയാക്കി മാറ്റുന്നു, അതാണ് നൈട്രജൻ ഫിക്സേഷൻ അല്ലെങ്കിൽ നൈട്രജൻ സ്ഥിരീകരണം. ഓക്കെ, അടുത്ത നൈട്രിഫിക്കേഷൻ. നൈട്രിഫിക്കേഷൻ എന്താണ്? നൈട്രിഫിക്കേഷൻ എന്താണ്? അമോണിയയെ നൈട്രൈറ്റുകളും നൈട്രേറ്റുകളുമാക്കി മാറ്റുന്നതാണ് നൈട്രിഫിക്കേഷൻ. അമോണിയയെ നൈട്രൈറ്റും നൈട്രേറ്റും ആയിട്ട് മാറ്റുന്നതാണ് നൈട്രിഫിക്കേഷൻ. അപ്പോൾ 2E ആണ്, 2E. രണ്ട് ഓപ്ഷൻ, അപ്പോൾ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദെൻ ഡീനൈട്രിഫിക്കേഷൻ. ഡീനൈട്രിഫിക്കേഷൻ ആണ്, ഡീനൈട്രിഫിക്കേഷൻ പേര് തന്നെ നമുക്കറിയാം. എന്താണ്? നൈട്രേറ്റിനെ നൈട്രജൻ വാതകം മാറ്റി മാറ്റും, തിരിച്ച് നൈട്രജൻ വാതകം മാറ്റി മാറ്റുവാണ് നൈട്രേറ്റിനെ. ഓക്കെ, അപ്പം 3B ആണ്, 3B, രണ്ടിലും B ആണ്. ദെൻ അടുത്ത് നമുക്ക് നോക്കാം അമോണിഫിക്കേഷൻ എന്താണ്? അമോണിഫിക്കേഷൻ അമോണിയ പുറത്തുവിടുന്നതിനായി അമിനോ ആസിഡുകളുടെ വിഘടനം, ബ്രേക്ക് ഡൗൺ ഓഫ് അമോണിയ ടു റിലീസ് അമോണിയ പുറത്തുവിടുന്നതിനായി അമിനോ ആസിഡുകളുടെ വിഘടനമാണ്, ബ്രേക്ക് ഡൗൺ ഓഫ് അമിനോ ആസിഡ് ടു റിലീസ് അമോണിയ, അതാണ് അമോണിഫിക്കേഷൻ. ഓക്കെ, അപ്പം 4C ആണ്. ദെൻ 5 എന്താണ്? ഗ്ലൂട്ടമൈൻ സിന്തറ്റീസ്, ഒരു രാസാഗ്നിയാണ് അല്ലേ ഗ്ലൂട്ടമൈൻ സിന്തറ്റീസ്. അമോണിയെ ഗ്ലൂട്ടാമിനിലേക്ക് സംയോജിപ്പിക്കുന്ന എൻസൈം രാസാഗ്നിയാണ് ഗ്ലൂട്ടമൈൻ സിന്തറ്റീസ്. അപ്പോൾ ആൻസർ ഏതാണ്? മൂന്നാമത്തെ ആൻസർ ആണ് ഇത്, ABCD. ഓക്കെ, C ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പം ഈ ടേമുകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് PSC എക്സാമുകൾ എഴുതി പരിചയമുള്ള ആൾക്കാരാണല്ലോ നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഒരു കാര്യം അറിയാം, ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും, ഇപ്പം ബയോളജി റിലേറ്റഡായ എക്സാം തന്നെ വേണമെന്നില്ല, ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ദിനങ്ങളുടെ പ്രത്യേകത ചോദിച്ചുകൊണ്ട് എക്സാമിന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അല്ലേ? ഇപ്പം ഇവിടെ ഞാൻ ചോദിച്ചിരിക്കുന്ന ചോദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇതാണ്, അന്താരാഷ്ട്ര മണ്ണ് ദിനം എന്നാണെന്ന്? ജൂൺ 5, ഒക്ടോബർ 5, ഫെബ്രുവരി 28, ഡിസംബർ 5. നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കോമൺ ഡേയ്സ് നമുക്ക് പഠിച്ചു വെക്കാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും വരാം. നിങ്ങൾക്ക് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ടേബിളിൽ വളരെ വ്യക്തമായിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഡേയ്സും അതിൻ്റെ പ്രത്യേകതയും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ലോക തണ്ണീർത്തട ദിനം, വെറ്റ്ലാൻഡ് എന്നാണ്? ഫെബ്രുവരി 2-ാം തീയതി. വന്യജീവി ദിനം, ലോക വന്യജീവി ദിനം എന്നാണ്? മാർച്ച് 3. മാർച്ച് 3 ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോക അന്താരാഷ്ട്ര വനദിനം, അന്താരാഷ്ട്ര വനദിനം എന്ന് മാർച്ച് 21. ലോക ജലദിനം മാർച്ച് 22. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. ഇത് നിങ്ങൾ ഈ ഓർഡറിൽ പഠിച്ചു വെക്കുക, വനദിനം, ജലദിനം, കാലാവസ്ഥാ ദിനം. ഓക്കെ, ദേശീയ ശാസ്ത്രദിനം എന്നാണ്? ഫെബ്രുവരി 28 ലോക അധ്യാപക ദിനം ഒക്ടോബർ 5. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. നമുക്കറിയാം എൻവയോൺമെന്റ് ഡേ. ഭൗമദിനം എന്നാണ്? ഏപ്രിൽ 22. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. അന്താരാഷ്ട്ര മണ്ണ് ദിനം ഡിസംബർ 5. നമ്മുടെ ഓപ്ഷനിൽ ഏതൊക്കെ ഉണ്ടായിരുന്നു? ഡിസംബർ 5 ഉണ്ട്, ജൂൺ 5 ഉണ്ട്, ഒക്ടോബർ 5 ഉണ്ട്, ഫെബ്രുവരി 28 ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പം ആൻസർ എന്താ? നമുക്ക് ഇനി കമൻറ്റ് ചെയ്യാമല്ലോ, ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം അല്ലേ? എന്നാണ് അന്താരാഷ്ട്ര മണ്ണ് ദിനം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്നൊരു 5-6 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ?
അതായത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ദെൻ അതേപോലെ ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിഫിക്കൽട്ട് ലെവലിലേക്ക് എടുക്കാൻ കാരണം എന്താണ്? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മെമ്മറൈസ് ചെയ്ത് വെക്കണം അല്ലേ? ഓർത്തിരുന്നാൽ മാത്രമേ നമുക്കതിന് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആ ദിവസങ്ങളെ പ്രത്യേകതകളെല്ലാം നമ്മൾ നന്നായി ഓർത്തിരുന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് 1 മാർക്ക് കിട്ടും. നമ്മൾ പഠിച്ച കാര്യം അഥവാ ഒന്ന് മാറിപ്പോയാൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെടും. കൂടെ 0.33 മാർക്കും കൂടെ അതിൻ്റെ കൂടെ നമ്മൾ സ്കോർ ചെയ്ത മാർക്കിൽ നിന്ന് പോവുകയും ചെയ്യും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മുടെ അക്കാഡമിയിൽ HSCയുടെ കോച്ചിങ് വളരെ സക്സസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പുതിയ ബാച്ചുകൾ, സമ്മർ ബാച്ചുകളും അതേപോലെ വെക്കേഷൻ ബാച്ചുകളൊക്കെ വിളിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.